ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. IPL 2025 മറ്റൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് 11 റൺസിന് ഗുജറാത്ത് ടൈറ്റൻസിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് കിങ്സ് 243 റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിംഗിൽ ഗുജറാത്ത് ടൈറ്റൻസിന് 232 റൺസാണ് നേടാനായിട്ട് സാധിച്ചത്. 11 റൺസിന്റെ ഒരു വിജയമാണ് പഞ്ചാബ് സ്വന്തമാക്കിയത്. പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതിന്റെ ഒരു പ്രിവ്യൂവിൽ പറഞ്ഞതാണ്, ഒരു പുതിയ ടീം, പുതിയ ക്യാപ്റ്റൻ, പുതിയ കോച്ച് എല്ലാമായിട്ടാണ് അവർ ഈ മത്സരത്തിലേക്ക് വന്നത്. ഒരുപാട് ഓൾറൗണ്ടർമാരെ കുത്തി നിറച്ചുകൊണ്ടുള്ള ഒരു പ്ലേയിങ് 11 ആയിരുന്നു അവർ ഇന്ന് മത്സരം തുടങ്ങുമ്പോഴേക്കും പ്രഖ്യാപിച്ചത് എന്നുള്ളതാണ്. ഏതായാലും മത്സരത്തിന്റെ തുടക്കത്തിലേക്ക് വരുമ്പോൾ ടോസ് ജയിച്ച ശുഭ്മാൻ ഗിൽ, അതായത് ഗുജറാത്തിന്റെ ക്യാപ്റ്റനാണ്, അദ്ദേഹം ബൗൾ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ വെന്യൂസിലൊക്കെ കളി നടക്കുമ്പോൾ 1-2 ദിവസം മുമ്പ് തന്നെ ഈ ഈവനിങ് സമയത്ത് എല്ലാ ടീമുകളും പ്രാക്ടീസിനായിട്ട് ഈ ലൈറ്റിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേരും. അപ്പോൾ അതിന് മുമ്പത്തെ ദിവസവും അല്ലെങ്കിൽ അതിന് മുമ്പത്തെ ദിവസമൊക്കെ തന്നെ ഈ ഡ്യൂവിന്റെ എഫക്റ്റ് ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഒപ്പം തന്നെ ക്യൂറേറ്റർമാരുടെ അടുത്തും ഗ്രൗണ്ട്സ്മാൻമാരുടെ അടുത്തും ഒക്കെ ഈ ഡ്യൂ ഉണ്ടാവുന്ന ഒരു സമയമാണോ, ഈ സമയത്ത് ഈ മഞ്ഞിന്റെ ഒരു വീഴ്ച ഉണ്ടാവുന്ന സമയമാണോ എന്നുള്ളത് കൃത്യമായിട്ട് അന്വേഷിക്കാനും സാധിക്കും. അതുകൊണ്ട് തന്നെ ടോസ് ജയിച്ച ശുഭ്മാൻ ഗിൽ പറഞ്ഞത് നല്ല ഡ്യൂ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചേസ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ് എന്നുള്ളതാണ്. അത് തന്നെയാണ് പഞ്ചാബിന്റെ ക്യാപ്റ്റനായിട്ടുള്ള ശ്രേയസ് അയ്യരും പറഞ്ഞത്. ഞങ്ങൾ ടോസ് ജയിച്ചിരുന്നുവെങ്കിൽ ഞങ്ങളും ചേസ് ചെയ്യുകയുള്ളായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹവും പറഞ്ഞത്. കാരണം ഡ്യൂ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ആ ഡ്യൂവിന്റെ ഫാക്ടർ എന്ന് പറയുന്നത് ഒരു വലിയ ഫാക്ടറാണെന്ന് നമുക്കറിയാം. ഏതായാലും ഇന്ന് ഈ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലെ ഒരു പിച്ച് എന്ന് പറയുന്നത് ഒരു ബാറ്റിംഗ് പാരഡൈസ് ആയിരുന്നു എന്ന് വേണം പറയാനായിട്ട്. കാരണം ആദ്യത്തെ ബോളുകൾ തൊട്ട് നമ്മൾ കാണുമ്പോൾ ബാറ്റിലേക്ക് ബോൾ ഒഴുകി വരുന്ന പോലെയുള്ള ഒരു ഫീലായിരുന്നു. ഈസി ആയിട്ട് വലിയ റൺസുകൾ നേടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പിച്ചായിരുന്നു ഇന്ന് ഈ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഒരുക്കിയത് എന്നുള്ളതാണ്. ഏതായാലും നമ്മൾ ആ ഒരു പ്രിവ്യൂ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞത് ജോഷ് ഇംഗ്ലീഷ് പഞ്ചാബ് നിരയിൽ ഉണ്ടാവും എന്നുള്ളതാണ്. അദ്ദേഹം ഉണ്ടായില്ല. അതിന് പകരമായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു ചിലപ്പോൾ പ്രിയാൻഷ് ആര്യ എന്ന് പറയുന്ന ഒരു പുതുമുഖ താരത്തിനെ അവർ ട്രൈ ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നുള്ളത്. പ്രിയാൻഷ് ആര്യ എന്ന് പറയുന്നത് ഡൽഹിയിൽ നിന്നുള്ള താരമാണ്. ഈ വർഷം നടന്ന ഡൽഹി പ്രീമിയർ ലീഗിൽ ഒരു മത്സരത്തിൽ അദ്ദേഹം ഒരു ഓവറിലെ 6 ബോളുകളും സിക്സറുകൾ നേടിയിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം വാർത്തയിൽ നിറഞ്ഞു നിന്നത്. അങ്ങനെയാണ് അദ്ദേഹം ഈ ഒരു പഞ്ചാബ് കിങ്സ് എന്ന് പറയുന്ന ടീമിലേക്ക് ഓപ്ഷനിൽ വരികയും ചെയ്തത്. ഏതായാലും പ്രിയാൻഷ് ആര്യയും പ്രഭ് സിമ്രൻ സിംഗും ചേർന്നുള്ള ഒരു ഓപ്പണിംഗ് ആയിരുന്നു അവരുടേത്. പക്ഷേ പ്രഭ് സിമ്രൻ സിംഗിന് അധികമൊന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല. കഗീസോ റബാദയുടെ ഒരു ബോളിൽ അദ്ദേഹം ഔട്ടാവുകയായിരുന്നു. പ്രിയാൻഷ് ആര്യ നല്ല എക്സലന്റ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ചു. പക്ഷേ രണ്ടാമത്തെ ഓവറിൽ തന്നെ അദ്ദേഹത്തിന്റെ ഒരു ഈസി ക്യാച്ച് അർഷദ് ഖാൻ വിട്ടുകളയുകയും ചെയ്തിരുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ ആദ്യം തന്നെ അദ്ദേഹം പുറത്തായേനെ. അദ്ദേഹം ഒരു 47 റൺസ് നേടി. പവർ പ്ലേയിലെ 5ാമത്തെ ഓവറിൽ ഏകദേശം 20ഓളം റൺസ് നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു. നല്ല ഒരു തുടക്കമാണ് പഞ്ചാബിന് കിട്ടിയത്. 6 ഓവർ പിന്നിടുമ്പോഴേക്കും 73 റൺസ്, 70 റൺസിന് മുകളിലുള്ള ഒരു സ്കോറിലേക്ക് എത്താനായിട്ട് പഞ്ചാബിന് സാധിച്ചിരുന്നു. അവിടെ നിന്ന് ശ്രേയസ് അയ്യർ, അദ്ദേഹം 1 ഡൗൺ പൊസിഷനിലാണ് ബാറ്റ് ചെയ്യാൻ വന്നത്. അദ്ദേഹം ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്ക് വേണ്ടി കളിച്ചപ്പോൾ എവിടെയാണോ നിർത്തിയത് അവിടെ നിന്ന് തന്നെ തുടങ്ങുന്ന ഒരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു. വളരെ ഈസി ആയിട്ടാണ് സിക്സർ വന്ന ഫസ്റ്റ് ബോൾ തന്നെ അദ്ദേഹം ഒരു ബൗണ്ടറി നേടുകയുണ്ടായി. അവിടെ നിന്ന് പിന്നെ അദ്ദേഹത്തിന്റെ ഒരു ബാറ്റിംഗ് പ്രകടനം എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടായിരുന്നു അദ്ദേഹം ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ഇടയിൽ നല്ല ഒരു സ്കോറിലേക്ക് പഞ്ചാബ് പോകുന്ന ഒരു അവസ്ഥയിലാണ് പെട്ടെന്ന് അവർക്ക് 2 വിക്കറ്റുകൾ വളരെ പെട്ടെന്ന് നഷ്ടപ്പെട്ടത്. ഒന്ന് 2 ഡൗൺ പൊസിഷനിൽ ബാറ്റ് ചെയ്യാൻ വന്നിട്ടുള്ള അസ്മത്തുള്ള ഒമർസായും പിന്നെ ഗ്ലെൻ മാക്സ്വെല്ലും. അദ്ദേഹം ഫസ്റ്റ് ബോളിൽ തന്നെ ഔട്ട് ആവുകയായിരുന്നു. ഈ 2 വിക്കറ്റും നേടിയത് സായ് കിഷോറാണ്. അദ്ദേഹം ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നറാണ്. സായ് കിഷോറിന്റെ നല്ല മനോഹരമായിട്ടുള്ള ഒരു ബൗളിംഗ് പ്രകടനമായിരുന്നു ആ ഒരു 2 ഓവറിൽ നമ്മൾ കണ്ടത്. അടുപ്പിച്ച് 2 വിക്കറ്റുകൾ നേടാൻ അദ്ദേഹത്തിന് സാധിച്ചു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഗ്ലെൻ മാക്സ്വെൽ LBW ആയപ്പോൾ അദ്ദേഹം ഒരു റിവ്യൂ എടുക്കാതെയാണ് മടങ്ങിയത്. അദ്ദേഹം ശ്രേയസ് അയ്യരുമായിട്ട് ഡിസ്കസ് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷെ എന്നിട്ടും ഒരു റിവ്യൂ എടുക്കാതെയാണ് മടങ്ങിയത്. അത് നമ്മൾ കണ്ടപ്പോൾ അത് വിക്കറ്റ് മിസ്സിംഗ് ആയിട്ടാണ് പിന്നീട് അത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായത്. ഏതായാലും ആ ഒരു 2 ഓവറിലാണ് കളിയുടെ ഒരു ഭാഗധേയം തീരുമാനിക്കപ്പെട്ടത്. അതിനുശേഷം പക്ഷേ ശ്രേയസ് അയ്യർ പിന്നീട് അറ്റാക്കിംഗ് ക്രിക്കറ്റാണ് കളിച്ചത്. കാരണം എന്ന് വെച്ചാൽ ഈ 2 നല്ല സ്പിന്നർമാർ അവരുടെ ടീമിലുണ്ട്, സായ് കിഷോറും അതുപോലെ തന്നെ റാഷിദ് ഖാനും. ഈ 2 പേരെയും സെറ്റിൽ ചെയ്യാനായിട്ട് സമ്മതിച്ചില്ല എന്നുള്ളതാണ് ആ കളിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സമയം എന്ന് പറയുന്നത്. ആ സമയത്ത് പിന്നീട് ബോൾ ചെയ്യാൻ വന്ന സായ് കിഷോറിന്റെ അടുത്ത ഓവറിൽ അദ്ദേഹം 2 സിക്സറുകൾ നേടി. റാഷിദ് ഖാന്റെ ഓവറിലും അദ്ദേഹം 2 സിക്സറുകൾ നേടി. അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഇമ്പാക്ട് പ്ലെയർ ആയിരുന്ന അല്ലെങ്കിൽ പഞ്ചാബ് കിങ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരാളായിട്ടുണ്ടായിരുന്ന ശശാങ്ക് സിംഗ് അദ്ദേഹം ബാറ്റിംഗിലേക്ക് വരികയും വീണ്ടും ഒരു എക്സലന്റ് ആയിട്ടുള്ള ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു. അദ്ദേഹം 44 റൺസ് നേടി പുറത്താവാതെ നിന്നു. അവസാനത്തെ ഓവറുകളിലൊക്കെ ശ്രേയസ് അയ്യർ അപ്പുറത്ത് കാഴ്ചക്കാരനായിട്ട് നിൽക്കുകയായിരുന്നു. 97 റൺസ് നേടി നോട്ട് ഔട്ടായി നിൽക്കുകയായിരുന്നു. അവസാനത്തെ ഓവറിൽ ഒറ്റ ബോൾ പോലും കളിക്കാനായിട്ട് ശ്രേയസ് അയ്യർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. അദ്ദേഹം ആ
ഒരു ഇന്നിങ്സ് കഴിഞ്ഞ ഉടനെ തന്നെ ശശാങ്ക് സിംഗിന്റെ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത്, ശ്രേയസ് അയ്യർ പറഞ്ഞത് അടിച്ചു കളിച്ചോളാനാണ് പറഞ്ഞത്, എനിക്ക് സ്ട്രൈക്ക് കിട്ടണമെന്ന് നിർബന്ധമില്ല, എന്റെ സെഞ്ചുറിയെ പറ്റി ആലോചിക്കേണ്ട, നമുക്ക് മാക്സിമം റൺസ് നേടണം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടതും. കാരണം ഇതൊരു ടീം ഗെയിമാണ്, 20 ഓവർ മത്സരമാണ്, അവസാനത്തെ ഓവറിലൊന്നും സിംഗിൾ എടുത്ത് കൊടുക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. ഏതായാലും നല്ലൊരു മൂവായിരുന്നു. 97 റൺസിൽ അദ്ദേഹം പുറത്താവാതെ നിന്നു. ഗുജറാത്ത് ടൈറ്റൻസിന്റെ ബൗളിംഗ് നിരയിലേക്ക് വരുമ്പോൾ അവരുടെ 2 സ്പിന്നർമാരിൽ പ്രധാനപ്പെട്ടത് സായ് കിഷോർ. അദ്ദേഹത്തിന്റെ പ്രകടനം എക്സലന്റ് ആയിട്ടുള്ള ഒരു പ്രകടനമായിരുന്നു. പക്ഷെ അതിന് ശേഷമുള്ള മറ്റ് ബൗളർമാരുടെ പ്രകടനമൊന്നും ഒട്ടും തന്നെ നല്ലതല്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം അവസാനത്തെ 5 ഓവറിൽ പഞ്ചാബ് കിങ്സ് നേടിയത് 87 റൺസാണ്. അതിനു മുമ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 12 ഓവർ കഴിയുമ്പോഴേക്കും ഉണ്ടായിരുന്ന ഒരു സ്കോറിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് 8 ഓവറിൽ പഞ്ചാബ് കിങ്സ് നേടിയത് 135 റൺസ് ആണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര വലിയ സ്കോർ, ഒരു 243 റൺസ് എന്ന് പറയുന്ന ഒരു വലിയ സ്കോറിലേക്ക് എത്താനായിട്ട് പഞ്ചാബിന് സാധിക്കുകയും ചെയ്തു. ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ബാറ്റിംഗ് പ്രകടനം എന്നല്ലാതെ മറ്റൊന്നും തന്നെ പറയാനില്ല. കാരണം അത്രത്തോളം ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഓൾറൗണ്ടേഴ്സിനെ കുത്തി നിറച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരത്തിൽ റിക്കി പോണ്ടിങ്ങും ശ്രേയസ് അയ്യരും പഞ്ചാബ് കിങ്സിനെ ഒരുക്കിയത് എന്നുള്ളതാണ്. 2 കിടയ ഓൾറൗണ്ടർമാർ, അവർ രണ്ടുപേരും വേൾഡ് ക്ലാസ് ഓൾറൗണ്ടർമാരാണ്. മാർക്കോ യാൻസനും അസ്മത്തുള്ള ഒമർ സായും. ഒപ്പം തന്നെ ഗ്ലെൻ മാക്സ്വെൽ, അദ്ദേഹം ഒരു ഓഫ് സ്പിൻ എറിയാൻ സാധിക്കുന്ന ബൗളറാണ്. പിന്നെ മാർക്കസ് സ്റ്റോയിനിസ്, അദ്ദേഹം ഒരു മീഡിയം പേസ് ഓൾറൗണ്ടർ ആണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇത്രത്തോളം ഓൾറൗണ്ടേഴ്സിനെ വെച്ചുകൊണ്ടാണ് അവർ കളിക്കാൻ ഇറങ്ങിയത്. ഏതായാലും 244 റൺസ് എന്ന് പറയുന്ന ഒരു വിജയലക്ഷ്യമായിരുന്നു ഗുജറാത്ത് ടൈറ്റൻസിന് മുമ്പിലുണ്ടായിരുന്നത്. നല്ലൊരു തുടക്കം നേടിയാൽ മാത്രമേ അവർക്ക് വിജയം നേടാനായിട്ട് സാധിക്കുകയുണ്ടായിരുന്നുള്ളൂ. അത് നന്നായിട്ട് തുടങ്ങാനായിട്ട് സായ് സുദർശനും ശുഭ്മാൻ ഗില്ലിനും സാധിക്കുകയും ചെയ്തു. സായ് സുദർശൻ ഒരു വലിയ ഇഞ്ചുറി കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ മത്സരത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നത്. ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു. 70 റൺസിന് മുകളിൽ നേടാനായിട്ട് 74 റൺസാണ് സായ് സുദർശൻ നേടിയത്. ശുഭ്മാൻ ഗിൽ ഇടയിൽ ഔട്ടായെങ്കിലും ജോസ് ബട്ട്ലറും സായ് സുദർശനും ചേർന്നുള്ള ഒരു പാർട്ട്ണർഷിപ്പ്, ഒരു വിക്കറ്റിന് ശേഷമുള്ള ആ ഒരു പാർട്ട്ണർഷിപ്പ് നന്നായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. 5.5 ഓവർ ആകുമ്പോഴേക്കും 61 റൺസിന് 1 വിക്കറ്റ് എന്നുള്ള നിലയിലായിരുന്നു ഗുജറാത്ത് ടൈറ്റൻസ്. നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരു ഘട്ടത്തിൽ നമ്മൾ വിചാരിച്ചത് വളരെ ഈസി ആയിട്ട് 244 എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് ഗുജറാത്ത് ടൈറ്റൻസ് എത്തുമെന്നുള്ളതാണ്. കാരണം 14ാമത്തെ ഓവറിലേക്കൊക്കെ എത്തുമ്പോഴേക്കും 169 റൺസിന് 2 വിക്കറ്റ് എന്ന നിലയിലായിരുന്നു. ആ സമയത്താണ് അവർക്ക് സായ് സുദർശന്റെ വിക്കറ്റ് നഷ്ടപ്പെടുന്നത്. ആ സായ് സുദർശന്റെ വിക്കറ്റ് നഷ്ടപ്പെട്ട ഉടനെ തന്നെ ഇമ്പാക്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് അവർ ഇറക്കിയത് റൂദർഫോർഡ് എന്ന് പറയുന്ന വെസ്റ്റ് ഇൻഡീസ് താരത്തിനെയായിരുന്നു. അദ്ദേഹം ഒരു ലെഫ്റ്റ് ഹാൻഡ് ബാറ്ററാണ്, നല്ല കൂറ്റനടികൾക്ക് കഴിവുള്ള ഒരു താരമാണ്. അല്ലെങ്കിൽ ഗ്ലെൻ ഫിലിപ്സ് ആണ് ഉണ്ടായിരുന്ന ഇമ്പാക്ട് ആയിട്ട് ഇറക്കാനായിട്ട്. പക്ഷെ അദ്ദേഹത്തിന് പകരമായിട്ട് റൂദർഫോർഡിനെയാണ് അവർ ആശ്രയിച്ചത് എന്നുള്ളതാണ്. റൂദർഫോർഡും ഇതുപോലെ തന്നെ ജോസ് ബട്ട്ലറും ചേർന്ന് പിന്നീട് കുറച്ച് മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷെ 14ാമത്തെ ഓവർ കഴിഞ്ഞപ്പോൾ റിക്കി പോണ്ടിങ്ങിന്റെ അല്ലെങ്കിൽ പഞ്ചാബ് കിങ്സിന്റെ ഒരു എക്സലന്റ് ആയിട്ടുള്ള മൂവ് ആയിരുന്നു എന്ന് വേണം പറയാനായിട്ട്. കാരണം സാധാരണയായിട്ട് ഒരു ഇമ്പാക്ട് സബിനെ ബൗളറായിട്ട് ഇറക്കുമ്പോൾ നോർമലി ഞാൻ പ്രതീക്ഷിച്ചത് ഹർപ്രീത് ബ്രാർ എന്ന് പറയുന്ന ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നർ ആണ് നോർമലി അങ്ങനെയുള്ള സിറ്റുവേഷനിൽ വരാറുള്ളത്. പക്ഷെ അതിന് പകരമായിട്ട് വൈശാഖ് വിജയകുമാർ ആണ്, അതായത് അദ്ദേഹം ഫാസ്റ്റ് ബോളറാണ്, കർണാടകയിൽ നിന്നുള്ള ഫാസ്റ്റ് ബോളറാണ്. അദ്ദേഹത്തിനാണ് ഇമ്പാക്ട് സബായിട്ട് ഇറക്കാനായിട്ട് പഞ്ചാബ് തീരുമാനിച്ചത്. എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ റുദർഫോർഡ് ബാറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നറിനെ ഇമ്പാക്റ്റ് ആയിട്ട് ഇറക്കി കഴിഞ്ഞാൽ അടിമേടിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളത് കൊണ്ടും, പിന്നെ റുദർഫോർഡിന് കഴിഞ്ഞാൽ അദ്ദേഹം ഔട്ടായി കഴിഞ്ഞാൽ പിന്നെ വരാനുള്ളത് രാഹുൽ തവാട്ടിയാണ്. അദ്ദേഹവും വീണ്ടും ഒരു ലെഫ്റ്റ് ഹാൻഡറാണ്. അപ്പോൾ അത് കാരണമായിരിക്കണം ഡെഫിനറ്റ് ആയിട്ടും ഇങ്ങനെ ഒരു മൂവ് എടുത്തത്. പക്ഷെ അതൊരു ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു എക്സലന്റ് ആയിട്ടുള്ള മൂവ് ആയിരുന്നു എന്നുള്ളതാണ്. കാരണം വൈശാഖ് വിജയകുമാറാണ് ഈ മത്സരത്തിൽ ഒരു ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വന്നിട്ട് ഈ മത്സരം പഞ്ചാബ് കിങ്സിനെ ജയിപ്പിച്ചത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. കാരണം അദ്ദേഹം ബോൾ ചെയ്യാൻ വരുന്ന സമയത്ത് 6 ഓവറിൽ 74 റൺസ് എന്ന് പറയുന്ന ഒരു സ്കോർ മതിയായിരുന്നു. 6 ഓവറിൽ 74 റൺസ് ഇങ്ങനെയുള്ളൊരു പിച്ചിൽ വളരെ ഈസി ആയിട്ട് ബട്ട്ലറും റൂദർഫോർഡും ഒക്കെ ഉള്ളപ്പോൾ ഈസി ആയിട്ട് അടിക്കാൻ പറ്റുന്ന ഒരു സ്കോർ ആയിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു ബോളിങ്ങിലുള്ള അദ്ദേഹത്തിന്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഉഗ്രൻ സ്ട്രാറ്റജി ആയിരുന്നു. കാരണം ഔട്ട് സൈഡ് ഓഫ് സ്റ്റംപ് ബൗണ്ടറി ലൈനിൽ 3 ഫീൽഡർമാരെ നിർത്തിയിട്ട്, അതായത് ബാക്ക്വേർഡ് പോയിന്റിൽ ഒരു ഫീൽഡർ, കവേഴ്സ് ബാക്കിൽ ഒരു ഫീൽഡർ, അതുപോലെ തന്നെ ലോങ് ഓഫ്, ഇതെല്ലാം ബാക്കിൽ വെച്ചുകൊണ്ട് ഔട്ട് സൈഡ് ഓഫ് സ്റ്റംപ് ഈ വൈഡ് ലൈനിലേക്ക് മാറ്റി എറിയുക എന്നുള്ളത്, ആ സമയത്ത് സിക്സറുകൾ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു ബൗളർ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. 1-2 ബോളുകൾ വൈഡ് പോയാലും കുഴപ്പമില്ല, ഒരു സിക്സറോ ബൗണ്ടറിയോ കൊടുക്കുന്നതിനേക്കാൾ നല്ലതാണ് അങ്ങനെ ഒരു 1-2 വൈഡ് കൊടുക്കുന്നത് എന്നുള്ളതാണ് ഒരു നല്ല ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് വൈശാഖ് വിജയകുമാറിന് സാധിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ആ 15ാമത്തെ ഓവറിൽ 5 റൺസ് മാത്രമാണ് അവർ നേടിയത്. പിന്നീട് വീണ്ടും 17ാമത്തെ ഓവർ വന്നപ്പോൾ അവിടെയും ഒരു നല്ല ബോളിംഗ് പ്രകടനം വൈശാഖ് വിജയകുമാർ കാഴ്ചവെച്ചു. ഇതിന്റെ ഇടയിൽ അപ്പുറത്തെ എൻഡിൽ നിന്ന് ബോൾ ചെയ്ത് മാർക്കോ യാൻസനും അതേ ഒരു സ്ട്രാറ്റജി തന്നെ, വൈഡ് യോർക്കർ എറിയുക എന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ് പയറ്റിയത്. ആ ഓവർ
ഓവറുകളിലാണ് അവരുടെ കയ്യിൽ നിന്ന് മത്സരം നഷ്ടപ്പെട്ടത്. ഗുജറാത്ത് ടൈറ്റൻസ് ആ സമയം വരെ മത്സരം ജയിക്കും എന്നുള്ളൊരു തോന്നലായിരുന്നു നമ്മൾ നിന്നിരുന്നത്. കാരണം എന്ന് വെച്ചാൽ അത്ര ഡ്യൂ ഉണ്ടായിരുന്നു, ബാറ്റിംഗ് വളരെ ഈസി ആയിരുന്നു. പക്ഷേ ഔട്ട്സൈഡ് റോസ്റ്റർ മാറ്റി മാറ്റി എറിയാനായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോൾ ബാറ്റിൽ ബോൾ കൊള്ളുന്നില്ല എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് വന്നു. എസ്പെഷ്യലി റൂദർഫോർഡിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മൾ കണ്ടു. ജോസ് ബട്ട്ലറിന് ഒട്ടും തന്നെ സ്ട്രൈക്ക് ലഭിച്ചില്ല. എന്നിട്ടും അദ്ദേഹം അർദ്ധ സെഞ്ചുറി തികച്ചിട്ടാണ് പുറത്തായത്. പക്ഷേ ആ ഒരു സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പറ്റാതെ പോയതും അതുപോലെ തന്നെ സിക്സറുകൾ കണ്ടെത്താൻ സാധിക്കാതെ പോയതുമാണ് അവരുടെ പരാജയത്തിന് കാരണമായത്. ഇന്നലത്തെ മത്സരത്തിൽ നമ്മൾ കണ്ടതാണ്. ഇന്നലെ ഡൽഹിക്ക് വേണ്ടിയിട്ട് അശുതോഷ് ശർമ്മ ഇമ്പാക്റ്റ് ആയിട്ട് വന്നിട്ട് മത്സരം ജയിപ്പിക്കുന്നത്. ഇന്ന് അതുപോലെ തന്നെ ഇമ്പാക്റ്റ് ആയിട്ട് വന്നിട്ട് വൈശാഖ് വിജയകുമാറിന്റെ ഒരു ടോപ്പ് ക്ലാസ് പ്രകടനമാണ് നമ്മൾ കണ്ടത്. എങ്ങനെയാണ് ആ ഒരു സ്ട്രാറ്റജി കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം കാണിച്ചു തരികയായിരുന്നു. ഏതായാലും പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചാബിന്റെ ഈ ഒരു കൂട്ടുകെട്ട്, അതായത് അവരുടെ പുതിയ കോച്ചായിട്ടുള്ള റിക്കി പോണ്ടിങ്ങും ക്യാപ്റ്റനായിട്ടുള്ള ശ്രേയസ് അയ്യരും തമ്മിലുള്ള ഒരു കൂട്ടുകെട്ട് അവർക്ക് മുന്നിലേക്ക് നല്ല ഒരു വഴി തെളിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇവർ ഇതിനു മുമ്പ് ഇതുപോലെ ഉണ്ടായിരുന്നത് ഡൽഹി ക്യാപിറ്റൽസിലായിരുന്നു. ഡൽഹി ക്യാപിറ്റൽസിൽ 2019 ഇവർ രണ്ടുപേരും കോച്ചും ക്യാപ്റ്റനുമായിട്ട് ഉണ്ടായിരുന്ന സമയത്ത് 2019, 2020, 2021 ഈ 3 സീസണിൽ ഇവരുണ്ടായിരുന്ന സമയത്താണ് ഡൽഹി ക്യാപിറ്റൽസ് നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ളത്. 2019 പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ചെയ്തു. 2020 ഡൽഹി ക്യാപിറ്റൽസ് അന്ന് ഫൈനൽ കളിച്ചിരുന്നു. 2021 വീണ്ടും പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ചെയ്യാനായിട്ട് ഡൽഹി ക്യാപിറ്റലിന് സാധിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഒരുപാട് കാലങ്ങളായിട്ട്, ഏകദേശം 10 വർഷത്തോളമായിട്ട് പ്ലേ ഓഫ് കളിക്കാത്ത ഒരു ടീമാണ് പഞ്ചാബ് കിങ്സ്. 2014 അവർ അവസാനമായിട്ടൊരു പ്ലേ ഓഫ് മത്സരം കളിച്ചിരിക്കുന്നത്. ഈ വർഷം ഈ ഒരു കോംബോ, ഈ രണ്ടുപേരും ചേർന്നുള്ള ഒരു കോംബോ വീണ്ടും അവരെ പ്ലേ ഓഫിലേക്ക് എത്തിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.